നിങ്ങൾ അന്താരാഷ്ട്ര വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ ദിവസം റഷ്യയുടെ പ്രസിഡന്റ് പുടിനും അതുപോലെ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ അലാസ്കയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ രണ്ട് വ്യക്തികളും തമ്മിൽ പരസ്പരം നേരിട്ട് കാണുന്നത്. രണ്ട് പേർക്കും ഇടയിൽ ഡൊണാൾഡ് ട്രംപിനെ നമുക്കറിയാം, എക്സെൻട്രിക് ആയിട്ട് കമൻറ്റുകൾ മേക്ക് ചെയ്യുന്ന ഒരു ചങ്ങാതിയാണ്. പക്ഷേ പുടിൻ കുറച്ചും കൂടെ സ്ട്രാറ്റജിക് ആയിട്ട് റിപ്ലൈസ് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതെങ്ങനെ വിഷയമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് ഞാനൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ മുകളിൽ 50% താരിഫുകൾ, ടോട്ടൽ താരിഫുകൾ അമേരിക്ക അടിച്ചേൽപ്പിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ടോപ്പ് മെർച്ചൻഡൈസ് ഡെസ്റ്റിനേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക. ഏകദേശം 18% ഇന്ത്യയുടെ ഗ്ലോബൽ എക്സ്പോർട്സിൻ്റെ മെർച്ചൻ്റ് എക്സ്പോർട്സിൻ്റെ പോകുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഈ രാജ്യം നമുക്കെതിരെ ഇത്രയും വലിയ താരിഫ് കൊണ്ടുവരുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് GDPയെ ബാധിക്കും. ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും, ഒരുപാട് ഫാക്ടറികളുടെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധം ഊഷ്മളമാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ മുകളിൽ ഇത്രയും താരിഫ് അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക ഒരു കാരണമായിട്ട് പറഞ്ഞത് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് റഷ്യക്ക് പണം കിട്ടുന്നുണ്ട്. റഷ്യക്ക് വേൾഡ് വൈഡായിട്ട് സാങ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്ന കാരണമാണ് റഷ്യക്ക് ഇപ്പോൾ പണം കിട്ടുന്നത്. അപ്പോൾ 40% ഓഫ് ഇന്ത്യയുടെ റിക്വയർമെൻറ്റ് റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ റഷ്യക്ക് ഇത് ഭീകരമായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രംപ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതേ പണിയെടുക്കുന്ന മറ്റ് പലരെയും അവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇന്ത്യക്കെതിരെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ അജണ്ട എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഈ പുതിയ പശ്ചാത്തലത്തിൽ നിലവിലുള്ള താരിഫുകൾ എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്, ഏതെല്ലാം സെക്ടറുകളെ ബാധിക്കും, ഏതൊക്കെ തരത്തിൽ ബാധിക്കും, ഇനി ഇതിൻ്റെ ഒരു റോഡ് മാപ്പ് എങ്ങനെയായിരിക്കും ഈ ഭാവിയിൽ ഈ ബന്ധം മെച്ചപ്പെടാൻ സാധ്യതയുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ഏകദേശ ഉള്ളടക്കമെന്ന് പറയുന്നത്. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കാണാറുണ്ട്. അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുക. നിങ്ങൾ അവിടെയാണ്, ഫാമിലി നാട്ടിലാണെന്നൊക്കെ ചിന്തിക്കുക. നിങ്ങൾക്കും ഫാമിലിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇന്ത്യയിൽ ചികിത്സാ ചിലവ് കുറവാണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തേത് പോളിസികളുടെ വില കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 35% വരെ ഇന്ത്യയിൽ ചിലവ് കുറവായിരിക്കും. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് രോഗം വരിക എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഏത് പോളിസിയാണ് നല്ലത്, ഏത് കമ്പനിയാണ് നല്ലത് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏകദേശം പ്രധാനപ്പെട്ട 51ഓളം കമ്പനികളുടെ പോളിസികൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എടുക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി. മാസം 800 രൂപ മുതൽ തുടങ്ങുന്ന പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ക്ലെയിം ഒക്കെ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ 30 മിനിറ്റിനകത്ത് അത് നമുക്ക് ക്ലെയിം സപ്പോർട്ട് നൽകുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് മരുന്ന് ഡെലിവറി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുത്ത് കൊടുക്കുന്ന അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രവാസിയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18% GST അടക്കേണ്ട ആവശ്യമില്ല. ഇത് കൂടാണ്ട് അപ് ടു 25% വരെ ഡിസ്കൗണ്ട് കിട്ടാവുന്ന ഓപ്ഷൻസൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള പുടിനും ട്രംപും തമ്മിലുള്ള മീറ്റിങ്ങിൻ്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് വരാം. ബേസിക്കലി ഈ മീറ്റിങ്ങിന് വളരെ ചരിത്രപരമായിട്ടുള്ള മീറ്റിംഗ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതായത് അദ്ദേഹം അതിനുശേഷം സെലൻസ്കിയെ, അതായത് ഉക്രൈൻ പ്രസിഡൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, വേഗം യുദ്ധം അവസാനിപ്പിച്ചോ, അതാണ് നിനക്കും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വെറുതെ അവരുടെ ജീവൻ എന്തിനാണ് നീ കളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയുന്നൊരു കാര്യമാണ്, ഉക്രൈൻ ഈ യുദ്ധം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അമേരിക്കയും മറ്റുമൊക്കെ നിലവിൽ അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അമേരിക്കയുടെ ഒരു ഉക്രൈന് വേണ്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരുപക്ഷെ എക്സ്പയറി ആവാനായിട്ടുള്ള ആയുധങ്ങളൊക്കെ കയറ്റി അയക്കുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പുതിയ ഓർഡറുകൾ പ്ലേസ് ചെയ്തിട്ട് ബേസിക്കലി അമേരിക്കയുടെ ആർമറിയിൽ എന്തായാലും പുതിയ ആയുധങ്ങൾ എത്തുകയും ചെയ്യും. പഴയ ആയുധങ്ങളോ അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉക്രൈനിലേക്ക് ഇങ്ങനെ കൊടുത്തയച്ചിട്ട് അത് എയ്ഡായിട്ട് അതിനെ കാണിക്കാനും പറ്റും. ബേസിക്കലി യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൂടിയാണ് നിലവിൽ ഉക്രൈൻ്റെ യുദ്ധത്തെ, ഉക്രൈൻ എങ്ങനെ നിലനിർത്താൻ വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇതിൽ നിന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അന്ന് നിൽക്കും. പക്ഷേ അങ്ങനെ ട്രംപ് നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും ഇതുവരേക്കും അദ്ദേഹം എടുത്തിട്ടില്ല. അദ്ദേഹം കുറച്ച് കാലമായിട്ട് റഷ്യയെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ടോപ്പിക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇപ്പോൾ നിലവിൽ പുടിനുമായിട്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ചർച്ച ഉണ്ടായി എന്ന് പറയുമ്പോഴും
ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും റഷ്യയെ സാമ്പത്തികമായിട്ട് ഞെരുക്കിയിട്ട് റഷ്യയെ യുദ്ധത്തിൽ നിന്നും പിൻവലിപ്പിക്കുക എന്നുള്ള അമേരിക്കൻ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് 25% അധികം താരിഫ് റഷ്യൻ ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ ചെയ്യുന്നത് എന്നാണല്ലോ അന്ന് അതിനെ ന്യായീകരിച്ചിട്ട്. ഇത് ഓഗസ്റ്റ് 6-നാണ് ആ തീരുമാനം വന്നത്, അന്ന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് നിലവിലുള്ള അസസ്മെൻറ്റുകൾ നോക്കാം. ഒന്ന്, ഇത് എല്ലാ മേഖലകളെയും കവർ ചെയ്യുന്നില്ല. ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഓട്ടോ കമ്പണൻസ്, സീ ഫുഡ്, ഫുട്വെയർ, ഇത്തരം കാറ്റഗറികളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ താരിഫുകൾ ബാധിക്കുന്ന സെക്ടറുകൾ. അതേസമയം ഐഫോൺ, ഇപ്പോൾ ഇന്ത്യയിൽ കുറച്ച് കാലമായിട്ട് ചൈനയെ വെട്ടിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ഐഫോൺ ഉൽപ്പാദനം, അമേരിക്കയ്ക്ക് വേണ്ടുന്ന ഐഫോൺ ഉൽപ്പാദനം ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ആ സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോൺ ഉൽപ്പന്നങ്ങൾ ബാധിക്കപ്പെട്ടിട്ടില്ല, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും ബാധിക്കപ്പെട്ടിട്ടില്ല. പകരം ഏകദേശം ഇന്ത്യയുടെ ടോപ്പ് മെർച്ചൻഡൈസ് ഡെസ്റ്റിനേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക. നിയർലി 18% ഓഫ് ഇന്ത്യയുടെ മെർച്ചൻഡൈസ് പോകുന്നത് അമേരിക്കയിലേക്കാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, അത്രയും എക്സ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാകും, ഒരുപാട് വ്യവസായങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാകും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് ഇങ്ങനെ ആയി എന്നുള്ളതുകൊണ്ട് എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നില്ലേ. അതായത് അമേരിക്കയ്ക്ക് ഇനി ഇന്ത്യൻ പ്രൊഡക്റ്റ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ മതി, താരിഫല്ലേ. ശരിക്കും താരിഫുകൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? താരിഫുകൾ എൻഡ് കസ്റ്റമറുടെ മേലെയാണ് ശരിക്കും ബാധിക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു ഉൽപ്പന്നം അമേരിക്കയിലെത്തുമ്പോൾ അവിടെ ബോർഡറിൽ എന്ത് ചെയ്യണം, ആരാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അവരാണ് ശരിക്കും ഈ താരിഫുകൾ അടയ്ക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് 100 രൂപയുടെ ഒരു സാധനം അവിടെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 50% താരിഫ് അത് അടിച്ചു കഴിഞ്ഞാൽ അത് 150 രൂപയായിട്ട് അവരുടെ ലാൻഡഡ് കോസ്റ്റ്, അതായത് അമേരിക്കയിൽ ഇത് ലാൻഡ് ചെയ്യുമ്പോൾ അവരുടെ കോസ്റ്റ് 150 രൂപയായി. മുൻപ് അത് ഉണ്ടാവില്ല, ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് താരിഫ്ഡ് അല്ല എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് തന്നെ ലാൻഡഡ് കോസ്റ്റ് വരുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഇത് എൻഡ് കസ്റ്റമറാണ് ശരിക്കും, ആരാണോ ഫൈനലി വാങ്ങുന്നത് അവരാണ് ഇതിൻ്റെ ഫൈനൽ പ്രൈസ് ബേസിക്കലി ബെയർ ചെയ്യുക. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഇത് ലാൻഡ് ചെയ്തു, എൻഡ് കസ്റ്റമറുടെ അടുത്തെത്തുമ്പോൾ ഈ ലാൻഡ് ചെയ്ത കോസ്റ്റിൻ്റെ മുകളിൽ ഒരു പ്രോഫിറ്റ് ഇട്ടിട്ടായിരിക്കുമല്ലോ ഇത് റീറ്റെയിലേഴ്സ് വിൽക്കുക. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്, ഇത് ഇന്ത്യ അല്ലാത്ത മറ്റ് സപ്ലൈസ് ഒന്നും ആ പ്രൊഡക്റ്റിന് ഉണ്ടാവരുത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ലാൻഡഡ് കോസ്റ്റ് എത്ര ആയാലും കുഴപ്പമില്ല, അതായത് മാർക്കറ്റിൽ നമുക്ക് അത്രയും കൺട്രോൾ വേണം. പക്ഷേ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അതല്ല. ഇപ്പോൾ ടെക്സ്റ്റൈൽസോ മറ്റുള്ള സെഗ്മെൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിനോ വിയറ്റ്നാമിനോ ഒക്കെ ഇത് ഈസി ആയിട്ട്, ഇന്ത്യയുടെ നിലവിൽ അവർ ഇന്ത്യയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഓട്ടോ കമ്പണൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും സീ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിക്കും ഈ കേരള ഇക്കോണമിയൊക്കെ കൂടുതൽ ബാധിക്കപ്പെടുന്നത് സീ ഫുഡ്, സ്പൈസസ്, കൊയർ ഇതൊക്കെ വരുന്ന മേഖലകളില്ല. തമിഴ്നാടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ നിയർലി 52 ബില്യൺ എക്സ്പോർട്ട്സ് ഉണ്ട് തമിഴ്നാടിന്. അതിൽ നിയർലി 30% അവർ US എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം US എക്സ്പോർട്ട്സിൻ്റെ മേലെ താരിഫ് വരുന്നു. അവരുടേതെല്ലാം മെർച്ചൻഡൈസ് പ്രോഡക്ട്സ് ആണ് മെയിൻലി വരുന്നത്. തിരുപ്പൂരുണ്ടല്ലോ, നമ്മൾ ഈ നിറ്റ് വയർ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ മെയിൻലി ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്ങിന് പേര് കേട്ടതാണല്ലോ തിരുപ്പൂർ. ഏകദേശം 12,000 കോടി രൂപയുടെ US എക്സ്പോർട്ട്സ് ഉണ്ട് അത്ര അവർക്കൊരു കൊല്ലത്തിൽ. അപ്പോൾ ശരിക്കും ഇന്ത്യൻ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്സിൻ്റെ നിയർലി 28%ഉം തമിഴ്നാട് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇനി അതുപോലെ നമ്മൾ കിറ്റെക്സ് കേരള കമ്പനിയാണ്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അടിയാണ്, കാരണം US ആണ് അവരുടെ ഒരു പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ US ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ അവരുടെ പ്രവർത്തനത്തെ ബാധിക്കും. ശരിക്കും ഈ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ വലിയ മാർജിൻസ് ഉണ്ടാവില്ല. ഇനി വലിയ മാർജിൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളും വർക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ കറക്റ്റ് ഇത്ര ഓർഡർ ബുക്ക് ഉണ്ട് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ ലോണും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും. ഇവിടെയാണ് ഇപ്പോൾ ഈ ശരിക്കും താരിഫുകളും മറ്റൊക്കെ വലിയ അടി നൽകുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ ഡാറ്റ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ബുക്കുകൾ എംപ്റ്റി ആവാൻ തുടങ്ങിയിട്ടുണ്ട്, പലരും ഓർഡറുകൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയെക്കാളും താരിഫ് റേറ്റ് കുറഞ്ഞ, ഇപ്പോൾ ബംഗ്ലാദേശിന് 20% ആണ് താരിഫ്, വിയറ്റ്നാമിന് 20% ആണ് താരിഫ്. ഓട്ടോമാറ്റിക്കലി ഈ ശരിക്കും ലോ മാർജിൻ പ്രൊഡക്റ്റുകളായിട്ടുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും മറ്റുമൊക്കെ അമേരിക്കക്ക് ശരിക്കും ഈ ഇന്ത്യ അല്ലാത്തൊരു ഓപ്ഷനിലേക്ക് മാറാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാർക്കറ്റ് ലൂസ് ചെയ്യുന്നതിന് കാരണമായി. ശരിക്കും താരിഫുകളുടെ ഒന്ന് ഇമ്പാക്റ്റ് സ്ട്രൈറ്റ്ലി അപ്പം തന്നെയുള്ള ഇമ്പാക്റ്റ് അല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രൊഡക്റ്റിന് വേറെ സപ്ലൈസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ എത്ര താരിഫ് ഇട്ട് കഴിഞ്ഞാലും അത് അത്ര എസെൻഷ്യൽ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് എങ്ങോട്ടും പോവില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ കയറ്റി അയക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങൾക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. ഇതുകൊണ്ടാണ് ഇന്ത്യയുടെ GDPയിൽ ശരിക്കും ഈ താരിഫുകൾ 0.3% മുതൽ 1% വരെ GDPക്ക് ഹിറ്റ് ഉണ്ടാകും എന്ന് ഈ മേഖലയിലുള്ള സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നത്.
അഥവാ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്സിൻ്റെ 18% യു എസിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ വെരി ക്ലിയർ ആയിട്ട് ഒരു താരിഫ് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് അല്ല, ഇന്ന് എന്നുള്ള ഇമ്പാക്റ്റ് അല്ല, പകരം ലോങ് ടേമിലേക്ക് ഒരു പക്ഷേ ഈ താരിഫ് റേറ്റുകളിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ബംഗ്ലാദേശ്, വിയറ്റ്നാം പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഓർഡർ ബുക്കുകൾ മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഓൾറെഡി നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അറിയാം, ജെംസ് ആൻഡ് ജ്വല്ലറിയിലൊക്കെ ഗുജറാത്തിലൊക്കെ ഒരുപാട് സ്മാൾ സ്കെയിൽ, ബിഗ് സ്കെയിൽ ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ നിലനിൽക്കുന്നുണ്ട്. അവരൊക്കെ ഈ ഒരു ഇമ്പാക്റ്റ് കാരണം വലിയ പ്രശ്നം നേരിടുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇന്ത്യയുടെ ഒരു അനദർ മേജർ കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീ ഫുഡ്സിൻ്റെ കാറ്റഗറി. സീ ഫുഡ്സിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാന എക്സ്പോർട്ട് ഐറ്റം എന്ന് പറയുന്നത് ഷ്രിമ്പാണ്. അതിൽ തന്നെ 34% എക്സ്പോർട്ട്സ് പോകുന്നത് യു എസിലേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇന്ത്യയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു സംശയമൊന്നും വേണ്ട. ഇതെങ്ങനെ വെച്ചാൽ എനി ഇമ്പാക്റ്റ് ടോപ്പ് ലെവലിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് താഴെത്തട്ടിൽ കിടക്കുന്ന ഒരുപാട് സാധാരണ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ ഇൻഡസ്ട്രികളിലൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ എന്തായാലും താരിഫുകൾ ബാധിക്കും. അപ്പോൾ താരിഫ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യ യു എസിൻ്റെ ഇടയിൽ വലിയ വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ല, നേരെ മറിച്ച് സാധാരണക്കാർ വരെ ഉൾപ്പെടുന്ന, കാരണം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻഡസ്ട്രിയിലൊക്കെ ഓർഡർ ബുക്ക് കട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷൻ കട്ട് വരും. പ്രൊഡക്ഷൻ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ നിർബന്ധിതമായിട്ട് അവധി എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ വരും. അപ്പോൾ ഇനി ഇതിൽ ഇന്ത്യയുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ഇന്ത്യയുടെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക. ഇപ്പോൾ അവിടെയാണ് ശരിക്കും ഈ പുട്ടിനും ട്രംപും നടത്തിയ മീറ്റിങ്ങിൻ്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് ഞാൻ കാണുന്നത്. എന്താ വെച്ചാൽ അവരുടെ ബന്ധം നോർമലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണോ ഇന്ത്യയുടെ മുകളിൽ 25% അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് പിൻവലിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അതുവഴി 25% അഡീഷണൽ താരിഫ് എന്നുള്ള കാര്യം നമുക്ക് മാറിക്കിട്ടും. നമ്പർ 1. രണ്ടാമത്തേത്, ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഇന്ത്യ മറ്റ് യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ ഇന്ത്യ യു കെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നിട്ടുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് GCC അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യ, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുന്നുണ്ട് നമുക്കിടയിലാണെന്നുണ്ടെങ്കിലും, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങൾക്കിടയിൽ യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്ക, ഇത്തരം രാജ്യങ്ങളുമായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് പോളിസി ഉണ്ടാവണം. കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ US ഡിപ്പെൻഡൻസിന് വലിയ റീസൺ ഉണ്ട്. എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പേയിങ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അമേരിക്കക്കാരാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബൈമിയ കോഫിയുടെ ജിജോ സണ്ണി നമ്മുടെ പോഡ്കാസ്റ്റിൽ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒരു US മാർക്കറ്റിനെ മൈൻഡിൽ വെച്ചിട്ട് വേണം. എന്താ വെച്ചാൽ 30 കോടി ആൾക്കാരെ വെച്ചിട്ട് ഏകദേശം $30 ട്രില്യൺ സൈസുള്ള ഒരു ഇക്കോണമിയാണ്. നമ്മൾ 150 കോടി ആൾക്കാരെ വെച്ചിട്ട് ഏകദേശം $4 ട്രില്യൺ സൈസുള്ളൊരു ഇക്കോണമിയാണ്. അപ്പോൾ അവരുടെ സൈസ് ഊഹിക്കാമല്ലോ. അപ്പോൾ അവരുടെ കൺസംഷൻ പവർ അത്രയും വലുതാണ്. സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ US ആയിരിക്കും. അപ്പോൾ അതിനെ മാറ്റി നിർത്തിയിട്ട് അപ്പോൾ അങ്ങനെ ചില ആൾക്കാരെല്ലാം പറയുന്നുണ്ട് US അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തിട്ട് ജീവിക്കാമെന്നൊക്കെ പറയുന്നത്. ഇന്ന് ലോകത്തിന് ശരിക്കും US അങ്ങനെ കംപ്ലീറ്റ്ലി ബോയ്ക്കോട്ട് ചെയ്തിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ട്രംപ് ഇത്രമാത്രം താരിഫ് ഇഷ്യൂസും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടും US ഗ്രോത്ത് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡാറ്റയും മറ്റുമൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വശം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്ത്യക്കുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് US ട്രേഡ് അഗ്രിമെൻറ്റുകൾ. ഇപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റിൽ ഇന്ത്യ US ഒരു ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ മേലെയുള്ള ഒരു ട്രേഡ് ടോക്ക് ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നെഗോഷിയേഷൻ ടേബിൾ പുനഃസ്ഥാപിക്കുക, പരമാവധി ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുക. US സംബന്ധിച്ചിടത്തോളം US ഒരുപാട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ വളരെ നല്ലൊരു മാർക്കറ്റാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും അങ്ങ് അവോയ്ഡ് ചെയ്ത് ജീവിക്കാമെന്നൊന്നും US കരുതുന്നുണ്ടാവില്ല. ബട്ട് ദെൻ അവരുടെ പരമാവധി നെഗോഷിയേഷൻ ലെവർ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ GST കട്ടുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഒരുപാട് മേഖലകളിൽ GST കട്ട് വരുന്നു, GST റിവാമ്പ് ഒക്കെ വരുന്നു. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ വാഹന മാർക്കറ്റിലൊക്കെ ഇതുപോലെ GST കട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻറ്റേർണൽ കൺസംഷൻ ബൂസ്റ്റഡ് ആവും, ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പർച്ചേസിങ് പവർ വരുന്നതിനൊക്കെ കാരണമാവും. അപ്പോൾ ഇത്തരം കാരണങ്ങൾ വഴി ഒരു പക്ഷേ ഇന്ത്യയുടെ മുൻപിൽ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വഴി മാത്രമേ ഇതിനെ മറികടക്കാനാവൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു നല്ല ബന്ധമുണ്ടായാൽ മാത്രമേ മുന്നോട്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഈ അലാസ്കയിൽ വെച്ചിട്ട് പുട്ടിനും അതുപോലെ തന്നെ ട്രംപും തമ്മിൽ നടത്തിയിട്ടുള്ള മീറ്റിംഗ് ഇത്തരത്തിൽ ഇന്ത്യക്ക് വളരെ പ്രതീക്ഷകരമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയി മാറും എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വിദേശത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ
ആൾക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടോ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ കുറഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റും. 51ഓളം കമ്പനികളുടെ പോളിസികൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ആവശ്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിലവിൽ 25% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പോളിസികൾ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എവിടെ നിന്നായാലും നിർബന്ധമായിട്ടും എടുക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.